അവളുടെ മുഖത്ത് തീ കത്തുന്നുണ്ടായിരുന്നു. കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ മണം ആ പയ്യന് അനുഭവപ്പെട്ടു. അവന്റെ ബോധം പോയി താഴേക്ക് കാൽ തെന്നി വീഴുന്നു. എന്തോ ദൈവകാരുണ്യത്താൽ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. ടോക്ക് ഓഫ് ഡിക്കേഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടക്കുന്നത്. ശ്രീകുമാർ അന്ന് +2 പഠിക്കുകയായിരുന്നു. ശ്രീകുമാറിന്റെ അച്ഛന് കൂലിപ്പണി ആയിരുന്നെങ്കിലും ശ്രീകുമാറിനെയും അവന്റെ അനിയത്തി രേവതിയെയും ഒരു കുറവും വരുത്താതെയാണ് വളർത്തിയിരുന്നത്. രണ്ടുപേരുടെയും എന്താവശ്യം വന്നാലും അച്ഛൻ നിറവേറ്റി കൊടുത്തിരുന്നു. അമ്മ ഹൗസ് വൈഫാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീകുമാറിന്റെ അച്ഛന് സ്ട്രോക്ക് വന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ തളർന്നു പോകുന്നു. അച്ഛന് ജോലിക്കൊന്നും പോകാൻ പറ്റാതെയായി. പുറത്ത് ജോലിക്കൊന്നും പോയി ഒരു പരിചയവുമില്ലാത്ത ഒരു സാധു സ്ത്രീയായിരുന്നു ശ്രീകുമാറിന്റെ അമ്മ. കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ശ്രീകുമാറിന്റെ ഉത്തരവാദിത്വത്തിലായി. ശ്രീകുമാർ ഒരു സൂപ്പർ മാർക്കറ്റിൽ പാർട്ട് ടൈം ജോലിക്ക് ചേർന്നുകൊണ്ട് പഠിത്തം തുടർന്നു. അമ്മയും ഒരു തുണിക്കടയിൽ ജോലിക്ക് ചേർന്നു. അങ്ങനെ ഒരുവിധം കുഴപ്പമില്ലാതെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ശ്രീകുമാർ +2 നല്ല മാർക്കോടുകൂടി പാസ്സായി. നല്ലൊരു കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. അവിടെ വെച്ചാണ് ശ്രീകുമാർ അവളെ ആദ്യമായി കാണുന്നത്. നീതു എന്നായിരുന്നു അവളുടെ പേര്. മെലിഞ്ഞ് നല്ല സുന്ദരിയായിരുന്നു അവൾ. ശ്രീകുമാറിന്റെ ഉള്ളിൽ പ്രണയം മുട്ടിട്ടു തുടങ്ങി. തന്റെ പ്രണയം അവളെ എങ്ങനെ അറിയിക്കും? പ്രണയം തുറന്നു പറയാൻ ശ്രീകുമാറിന് ധൈര്യമുണ്ടായില്ല. അഥവാ തുറന്നു പറഞ്ഞാൽ അവൾക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിലോ? കോളേജിലെ മറ്റു പയ്യന്മാരും അവളെ നോട്ടമിട്ടിരുന്നു. ശ്രീകുമാർ അവൾ അറിയാതെ അവളെ പിന്തുടരുകയും സമയം കിട്ടുമ്പോഴൊക്കെ അവളെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു. തൻ്റെ ക്ലാസ്സിലെ സ്മാർട്ടായ ആ പയ്യനെ ശ്രീകുമാർ അറിയാതെ നീതുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശ്രീകുമാറിന്റെ തന്നോടുള്ള പ്രണയം തിരിച്ചറിഞ്ഞ നീതുവിന് തിരിച്ച് ശ്രീകുമാറിനെയും ഇഷ്ടമായിരുന്നു. ശ്രീകുമാർ അറിയാതെ അവനെപ്പറ്റിയും അവന്റെ കുടുംബത്തെപ്പറ്റിയും അവന്റെ കുടുംബ പശ്ചാത്തലവും എല്ലാം നീതു അന്വേഷിച്ച് അറിഞ്ഞിരുന്നു. അവന്റെ കഷ്ടപ്പാടും തികഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ടിലും അവന്റെ പഠിക്കാനുള്ള പ്രയത്നവും അവളെ ശ്രീകുമാറിലേക്ക് കൂടുതൽ ആകർഷിച്ചു. എന്നാൽ അത് അവൾ ശ്രീകുമാറിനോട് പ്രകടിപ്പിച്ചില്ല. അവന്റെ ഇഷ്ടം എന്നെങ്കിലും ഒരു ദിവസം തന്നോട് തുറന്നു പറയുമെന്ന് കരുതി ആ ദിവസത്തിന് വേണ്ടി അവൾ കാത്തിരുന്നു. ശ്രീകുമാറിന്റെ മനസ്സിൽ പ്രണയം ഒരു വിങ്ങലായി തുടർന്നു. സാമ്പത്തികമായി വലിയ കുടുംബത്തിലെ കുട്ടിയായിരുന്നു നീതു. ശ്രീകുമാർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛന്റെ പെങ്ങളുടെ മകളായ ലക്ഷ്മിയും അതേ കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ചേർന്നു. ലക്ഷ്മിക്ക് ചെറുപ്പം മുതലേ ശ്രീകുമാറിനെ വലിയ ഇഷ്ടമായിരുന്നു. ഇഷ്ടം അവൾ അവളുടെ ഉള്ളിൽ ഒതുക്കി നടക്കുകയായിരുന്നു. എന്നാൽ ശ്രീകുമാർ ആവട്ടെ അവളെ സ്വന്തം പെങ്ങളുടെ സ്ഥാനത്താണ് കണ്ടിരുന്നത്. ലക്ഷ്മിയുടെ പെരുമാറ്റത്തിൽ നിന്നും ശ്രീകുമാർ അവളുടെ പ്രണയം തിരിച്ചറിയുന്നു. അവളുടെ പ്രണയം തിരിച്ചറിഞ്ഞ ശ്രീകുമാർ അവളിൽ നിന്നും അല്പം അകലം പാലിച്ചു തുടങ്ങി. നീതു ആകട്ടെ ശ്രീകുമാർ ഇഷ്ടം തുറന്നു പറയുന്നതിനു വേണ്ടി കാത്തിരുന്നു. നീതുവിന് ശ്രീകുമാർ എന്നുവെച്ചാൽ ഒരു ഹരമായിരുന്നു. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു നീതുവിന് ശ്രീകുമാറിനെ. ശ്രീകുമാർ ഇഷ്ടം തുറന്നു പറയുന്നതിന് വേണ്ടി നീതു ശ്രീകുമാറുമായി അടുക്കാൻ തുടങ്ങി. രണ്ടുപേർക്കും അറിയാമായിരുന്നു അവർ തമ്മിലുള്ള ഇഷ്ടം. എന്നാൽ രണ്ടുപേരും അത് തുറന്നു പറഞ്ഞില്ല. ശ്രീകുമാർ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്റ്റായി ഒരു ബാങ്കിൽ അക്കൗണ്ടന്റായി ജോലി ലഭിക്കുന്നു. അവൻ നല്ല നിലയിൽ എത്തിക്കാണാൻ വേണ്ടി നീതുവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇവരുടെ ഇഷ്ടം പരസ്പരം തുറന്നു പറഞ്ഞില്ലെങ്കിലും ഇതൊരു അസ്ഥിക്ക് പിടിച്ച പ്രേമമായിരുന്നു രണ്ടുപേർക്കും. നീതു ഉന്നത പഠനം തുടർന്നുപോയി. മെല്ലെ മെല്ലെ അവർ തമ്മിലുള്ള കോണ്ടാക്റ്റും കണക്ഷനും കുറഞ്ഞു തുടങ്ങി. ശ്രീകുമാർ അവന്റെ ജോലിയിലും കുടുംബത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ശ്രീകുമാറിനെ സ്വന്തമായി വീടില്ല, അനിയത്തിയെ നന്നായി പഠിപ്പിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള വ്യാകുലത അവനെ അലട്ടിയിരുന്നു. ഒരു വർഷത്തിനു ശേഷം ബാങ്കിൽ നിന്ന് ലോണെടുത്ത് ബാങ്കിന്റെ അടുത്തു തന്നെ നല്ലൊരു ഇരുനില വീട് ശ്രീകുമാർ സ്വന്തമാക്കുന്നു.
പതിയെ പതിയെ ശ്രീകുമാർ സാമ്പത്തികമായി വളരാൻ തുടങ്ങി. സ്വന്തമായി കാറുണ്ട്, അനിയത്തി നല്ല സ്കൂളിൽ പഠിക്കുന്നു. ഇതിനിടയിൽ ശ്രീകുമാർ നീതുവിനെ കുറിച്ചുള്ള ചിന്തകൾ മറന്നിരുന്നു. ഈ സമയം ലക്ഷ്മി തന്റെ അമ്മയെ കല്യാണാലോചനയുമായി അമ്മാവനായ ശ്രീകുമാറിന്റെ അച്ഛന്റെ അടുത്തേക്ക് അയക്കുന്നു. ശ്രീകുമാറിന്റെ അച്ഛനും അമ്മയ്ക്കും ഈ ബന്ധം ഇഷ്ടമായിരുന്നു. ശ്രീകുമാറിന് ഈ ബന്ധത്തിൽ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ശ്രീകുമാറിന് അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. 3 വർഷത്തിനു ശേഷം കല്യാണം നടത്താമെന്ന് ശ്രീകുമാർ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിന് കാരണം ശ്രീകുമാറിന്റെ മനസ്സിൽ നീതു ഉള്ളതുകൊണ്ടായിരുന്നു. ഒരു ദിവസം ശ്രീകുമാർ ജോലി ആവശ്യാർത്ഥം ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിൽ പോയി വരുന്ന വഴിക്ക് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കയറി. അവിടെ വെച്ച് ശ്രീകുമാറിന് ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു സംഭവം കാണപ്പെടുന്നു. വേറൊരാളുമായി നീതുവിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. നീതുവിനെയും ഭർത്താവിനെയും ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുന്നു. കണ്ടപ്പോൾ തന്നെ ഈ കല്യാണത്തിൽ അവൾക്ക് ഇഷ്ടമില്ലെന്ന് ശ്രീകുമാറിന് അവളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ശരിയായിരുന്നു. നീതുവിന്റെ ഭർത്താവ് കുടിയനും മയക്കുമരുന്നിന് അടിമയുമായിരുന്നു. എന്നും വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തന്റെ ബാങ്കിൽ നിന്നും പിയൂണിന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നു. അതിൽ ID കാർഡ്, കുറച്ച് കാശ്, ഒരു സ്വർണ്ണ ചെയിൻ, ഫോൺ നമ്പർ എന്നിവ ഉണ്ടായിരുന്നു. അത് ആരുടേതെന്ന് നോക്കിയപ്പോൾ തനിക്ക് ആശ്ചര്യമാണ് ഉണ്ടായത്. അത് മറ്റാരുടേതുമായിരുന്നില്ല. താൻ ജീവന തുല്യം പ്രണയിച്ച നീതുവിൻ്റേതായിരുന്നു. അവൾ എന്തിനായിരിക്കും ഇവിടെ വന്നത്? അവൾ തൻ്റെ ബാങ്കിൽ വന്നിട്ട് എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല? അവൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമായിരുന്നോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അവനോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. പേഴ്സിൽ ഉള്ള ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തായാലും അവളുടെ വീട് കണ്ടുപിടിച്ച് ഈ പേഴ്സും ചെയിനും എല്ലാം തിരിച്ചു കൊണ്ടു കൊടുക്കാം എന്ന് ശ്രീകുമാർ തീരുമാനിച്ചു. നീതുവിന്റെ വീട് കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പോൾ ഒരു നടുക്കുന്ന വാർത്തയായിരുന്നു ശ്രീകുമാറിനെ കാത്തിരുന്നത്. അവൾ മരിച്ചിരുന്നു. മരിച്ചിട്ട് ഒരു 10 ദിവസമെങ്കിലും ആയി കാണും. ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പിണങ്ങി സ്വന്തം വീട്ടിലെത്തി റൂമിൽ കയറി വാതിലടച്ച് മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് തീ കൊളുത്തി മരിക്കുകയായിരുന്നു. ശ്രീകുമാറിന്റെ ഹൃദയം നടുങ്ങിപ്പോയി. നീതുവിന്റെ അച്ഛൻ വന്ന് ആരാണ് എന്ന് അന്വേഷിച്ചപ്പോൾ നീതുവിന്റെ ഫ്രണ്ടാണെന്ന് ശ്രീകുമാർ മറുപടി നൽകി. പക്ഷേ ശ്രീകുമാറിന്റെ മനസ്സിൽ ഒരു സംശയം ഉടലെടുത്തു. 10 ദിവസം മുമ്പ് മരിച്ചുപോയ ആളുടെ പേഴ്സ് എങ്ങനെ ഇന്നലെ എൻ്റെ ബാങ്കിൽ വന്നു? അതൊരു കൺഫ്യൂഷനായി ശ്രീകുമാറിന്റെ മനസ്സിൽ തുടർന്നു. പെട്ടെന്ന് തന്നെ ശ്രീകുമാർ അവിടെ നിന്നും തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. ചെയിനും പേഴ്സും തിരിച്ചു കൊടുത്തില്ല. എന്തെന്നാൽ അത് വലിയ പ്രശ്നത്തിന് കാരണമായി തീരും. 10 ദിവസം മുമ്പ് മരിച്ചുപോയ നീതുവിന്റെ പേഴ്സ് എങ്ങനെ തന്റെ കയ്യിൽ വന്നു? ഉണ്ടായ സത്യങ്ങൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയുമില്ല. മാത്രമല്ല, അവളുടെ ഓർമ്മയ്ക്ക് ഈ പേഴ്സും ചെയിനും എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് ശ്രീകുമാർ വിചാരിച്ചു. ഉത്തരം കിട്ടാത്ത 100 ചോദ്യങ്ങളുമായി തന്റെ കാറിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്റെ കാറിൽ ആരോ ഉണ്ട് എന്നുള്ളൊരു ഫീൽ അനുഭവപ്പെടുന്നു. ഒരു പ്രത്യേക മണം. ആ മണം മുമ്പ് തനിക്ക് പരിചയമുള്ളതുപോലെ തോന്നി. കാറിന്റെ പിൻസീറ്റിൽ ആരോ ഇരിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. തന്റെ തോന്നലാവാം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീകുമാർ കാർ മുന്നോട്ട് പായിച്ചുകൊണ്ടിരുന്നു. കാറിന്റെ പിൻസീറ്റിൽ ആരോ ശ്വാസം വിടുന്ന സൗണ്ട് കേൾക്കുന്നു. ആദ്യം നല്ല മണമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും മാംസം കത്തിക്കരിയുന്ന മണമാണ് വരുന്നത്. ആ മണമൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി കാറിന്റെ സൈഡ് ഗ്ലാസ് അല്പം താഴ്ത്തി. അപ്പോൾ വീണ്ടും പഴയ ആ സുഗന്ധം കാറിനുള്ളിൽ പരന്നു. അതിനോടൊപ്പം ഒരു ഇളം തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു. ശ്രീകുമാർ കാറിന്റെ സെൻട്രൽ മിററിൽ കൂടി ബാക്കിലേക്ക് നോക്കി. അവിടെ തന്റെ പ്രാണസഖി നീതു ഇരിക്കുന്നു. പെട്ടെന്ന് പേടിച്ചുകൊണ്ട് കാർ സൈഡിലേക്ക് സ്ലിപ്പായി റോഡിലേക്ക് തെന്നിമാറുന്നു. ഒരുവിധം ബ്രേക്ക് ചവിട്ടി കാർ നിർത്തി. തന്റെ പെരുവിരലിൽ നിന്നും ഒരു ഇടുത്തി വെട്ടി മേലേക്ക് പോയി. ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. പേടിച്ചു വിറച്ച് ശ്വാസം പോലും ശരിക്കും കിട്ടാത്ത അവസ്ഥ. മരിച്ചുപോയ നീതു
തൻ്റെ കാറിൽ പിൻസീറ്റിൽ. തനിക്ക് തോന്നിയതാവുമോ? കാർ നിർത്തി വിശദമായി പരിശോധിച്ചു. ആരുമില്ല. കിതപ്പ് മാറ്റി ബോട്ടിൽ തുറന്ന് അല്പം വെള്ളം കുടിച്ചു. കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് യാത്ര തുടർന്നു. അപ്പോഴും തനിക്ക് പരിചയമുള്ള നീതുവിൻ്റെ ആ സുഗന്ധം കാറിൽ പരന്നിരുന്നു. നേരം സന്ധ്യയോടടുത്തിരുന്നു. വീട്ടിലെത്തിയ ശ്രീകുമാർ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. യാത്രാക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഒരു 2 മണിയായപ്പോൾ മൂത്രമൊഴിക്കുന്നതിന് വേണ്ടി ശ്രീകുമാർ ഉണരുകയായിരുന്നു. റൂമിന്റെ ജനൽവാതിൽ തുറന്നിട്ടത് കാരണം നിലാവിന്റെ മങ്ങിയ വെളിച്ചം റൂമിൽ പരന്നിരുന്നു. തന്റെ ബെഡിൽ കാൽഭാഗത്ത് ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നതായി ശ്രീകുമാർ കാണുന്നു. പെട്ടെന്ന് പേടിച്ച് ഞെട്ടി എഴുന്നേറ്റു. ശ്രീകുമാർ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. എന്നാൽ ആ സമയം അവിടെ ആരെയും കാണാനായില്ല. ഇരുന്ന് കരഞ്ഞിരുന്നത് നീതു ആയിരിക്കുമോ? പകൽ സമയത്തെ കാറിനകത്ത് വെച്ചുണ്ടായ സംഭവങ്ങളും ഇപ്പോഴുണ്ടായ അനുഭവങ്ങളും അവൻ്റെ മനസ്സിൽ വന്നു. മൂത്രമൊഴിച്ച് വീണ്ടും കിടന്നുറങ്ങി. രാവിലെ ഒരു 7 മണിയായപ്പോൾ ഉണർന്നു. വീട്ടിൽ ചില മാറ്റങ്ങൾ കാണപ്പെട്ടു. എന്തെന്നാൽ വീടെല്ലാം നല്ല വൃത്തിയായിരിക്കുന്നു. ശ്രീകുമാറിന്റെ അലക്കാൻ ഉണ്ടായിരുന്ന ഡ്രസ്സുകളെല്ലാം അലക്കി തേച്ച് അലമാരയിൽ മടക്കി വെച്ചിരിക്കുന്നു. ശ്രീകുമാറിന് ഏതാണ്ട് ഒരു കാര്യം ഉറപ്പായി. നീതുവിന്റെ പ്രേതം തന്റെ പിന്നാലെ കൂടിയിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അവളെ എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാണ് കിട്ടുന്നത്. ശ്രീകുമാർ അമ്മയോട് ഒന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഓഫീസിൽ പോകാൻ കാറിന്റെ അടുത്ത് വന്നപ്പോൾ കാറെല്ലാം കഴുകി വൃത്തിയായി കിടക്കുന്നു. ഇന്നലെ കാറ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ കാറിൽ നല്ല അഴുക്കുണ്ടായിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് ശ്രീകുമാർ ഓഫീസിൽ പോയി. ഈ സമയം ശ്രീകുമാറിന്റെ അച്ഛന് നെഞ്ചുവേദന വരുന്നു. വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് അച്ഛൻ ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ശ്രീകുമാറിന്റെ അമ്മയെ വിളിക്കുകയായിരുന്നു. എന്നാൽ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അച്ഛന്റെ പിൻവശത്തു നിന്നും ഒരു കൈ നീണ്ടുവന്നു. ആ കൈകളിൽ വെള്ളമുണ്ടായിരുന്നു. വെള്ളം ശ്രീകുമാറിന്റെ അച്ഛനെ കുടിപ്പിക്കുന്നു. തന്റെ മകളായിരിക്കും എന്നാണ് അച്ഛൻ വിചാരിച്ചത്. എന്നാൽ ശ്രീകുമാറിന്റെ അനിയത്തി സ്കൂളിൽ പോയിരുന്നു. അമ്മ കടയിലും പോയിരിക്കുകയായിരുന്നു. അമ്മ കടയിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, "നീ എവിടെയായിരുന്നു? ഒരു തുള്ളി വെള്ളത്തിനായി നിന്നെ കുറെ നേരം ഞാൻ വിളിച്ചല്ലോ. അവസാനം മോളാണ് വെള്ളം കൊണ്ടുവന്ന് തന്നത്. മോൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെള്ളം കിട്ടാതെ മരിച്ചുപോയേനെ." ഇത് കേട്ട് അമ്മ ആശ്ചര്യപ്പെട്ടു. "മോളോ? ഞാൻ കടയിൽ പോകുന്ന സമയത്ത് അവളും എൻ്റെ കൂടെ സ്കൂളിലേക്ക് വന്നല്ലോ. പിന്നെങ്ങനെ അവൾ നിങ്ങൾക്ക് വെള്ളം തരും? നിങ്ങൾക്ക് തോന്നിയതാകാം മനുഷ്യ. ഞാൻ വീട് പൂട്ടിയാണ് പോയിരുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ ആർക്കും വാതിൽ തുറന്നു വരാൻ കഴിയില്ല." എന്നാൽ അച്ഛൻ പറഞ്ഞത് സത്യമായിരുന്നു. വെള്ളം കുടിച്ച ഗ്ലാസ് അച്ഛൻ്റെ അടുത്തുള്ള ടീപ്പോയിൽ ഇരുന്നിരുന്നു. ഇത് സത്യമാണല്ലോ. ഞാൻ പോകുമ്പോൾ ഈ ഗ്ലാസ് ഇവിടെ ഇല്ല. ശ്രീകുമാറിന്റെ അച്ഛന് എണീറ്റ് നടക്കുവാനും കഴിയില്ല. പിന്നെ ആരാണ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തത്? അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇതെന്തു മറിമായം? ശ്രീകുമാർ ജോലി കഴിഞ്ഞു വന്നപ്പോൾ അമ്മ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. ശ്രീകുമാർ ഒന്നിനും മറുപടി നൽകിയില്ല. അവന് അറിയാമായിരുന്നു ഇത് നീതുവാണെന്ന്. അത് അമ്മയോട് പറഞ്ഞാൽ അമ്മ ഭയപ്പെടും. അതുകൊണ്ട് മറച്ചുവെച്ചു. ഒരു ഞായറാഴ്ച ദിവസം ലക്ഷ്മി രാവിലെ തന്നെ വീട്ടിലെത്തി. ശ്രീകുമാറുമായി അടുത്തിടപഴകുകയായിരുന്നു ലക്ഷ്യം. ഗേറ്റ് കടന്ന് വീടിന്റെ കോമ്പൗണ്ടിൽ കയറിയപ്പോൾ തന്നെ മുറ്റത്ത് ഉണ്ടായിരുന്ന തെങ്ങിൽ നിന്നും തേങ്ങ ലക്ഷ്മിയുടെ തലയിൽ വീഴേണ്ടതായിരുന്നു. ഒരു ചെറിയ വ്യത്യാസത്തിൽ ലക്ഷ്മി രക്ഷപ്പെട്ടു. പെട്ടെന്ന് അതിശക്തമായി കാറ്റ് വീശാൻ തുടങ്ങി. വീടിന്റെ ജനൽവാതിലുകളെല്ലാം വലിയ ശബ്ദത്തിൽ തുറന്നടഞ്ഞു. എവിടെ നിന്നോ മേഘങ്ങൾ വന്നുകൂടി. ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി. ഒരുവിധം ഓടി ലക്ഷ്മി അകത്തു കയറി. ലക്ഷ്മിക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ ചായ കാച്ചുകയായിരുന്നു. ആ വെള്ളം തനിയെ തട്ടിമറിഞ്ഞു വീഴുന്നു. ഏതോ ഒരു അമാനുഷിക ശക്തി ഈ വീട്ടിലുണ്ട് എന്ന് അമ്മയ്ക്ക് സംശയമുണ്ടാകുന്നു.
ലക്ഷ്മി വന്നത് നീതുവിൻ്റെ ആത്മാവിന് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഈ അപശകുനങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ശ്രീകുമാറിന് മനസ്സിലായി. ലക്ഷ്മി ചായ കുടിച്ച് കപ്പ് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാൻ പോയ സമയം അടുക്കളയിൽ നിന്ന് ലക്ഷ്മിയുടെ നിലവിളി കേൾക്കുന്നു. അമ്മയും ശ്രീകുമാറും അങ്ങോട്ട് ഓടിച്ചെന്നപ്പോൾ ലക്ഷ്മി ബോധം കെട്ട് തറയിൽ കിടക്കുന്നു. ശ്രീകുമാറിന്റെ അമ്മ കുറച്ച് വെള്ളമെടുത്ത് ലക്ഷ്മിയുടെ മുഖത്തേക്ക് ഒഴിച്ചു. ബോധം വന്ന ലക്ഷ്മി പിന്നെ അവിടെ നിന്നില്ല. നല്ലവണ്ണം ഭയന്ന് വിറച്ചിരുന്നു ലക്ഷ്മി. കിച്ചണിന്റെ ഒരു മൂലയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ അവിടെ നിന്ന് ഓടുകയായിരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. യഥാർത്ഥത്തിൽ ലക്ഷ്മിയെ ഭയപ്പെടുത്തിയത് നീതുവിന്റെ ആത്മാവായിരുന്നു. അവൾ ലക്ഷ്മിയോട് ഇങ്ങനെ പറഞ്ഞു: ശ്രീകുമാർ എന്റേതാണ്, എന്റെ ഭർത്താവാണ്. നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അവനെ കല്യാണം കഴിക്കാൻ നീ നോക്കണ്ട. അവനെ ആർക്കും ഞാൻ വിട്ടുതരില്ല. അവൻ എന്റേതു മാത്രമാണ്, എന്റെ മാത്രം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ വിരട്ടിയിരുന്നു. ശ്രീകുമാറിന് മനസ്സിലായി ലക്ഷ്മിയെ നീതുവിന്റെ ആത്മാവ് പേടിപ്പിച്ചതാണെന്ന്. ലക്ഷ്മി അവളുടെ വീട്ടിലേക്ക് സ്കൂട്ടിയിൽ പോകുമ്പോൾ സ്കൂട്ടി ആക്സിഡന്റ് ആകുന്നുണ്ട്. കാലിന് ചെറിയ മുറിയും കൈ ഒടിയുകയും ചെയ്തു. ഇതും നീതുവിന്റെ ആത്മാവിന്റെ പണിയായിരുന്നു. അതുകൂടാതെ വേറൊരു സംഭവം കൂടി നടന്നിരുന്നു. ശ്രീകുമാറിന്റെ അനിയത്തി രേവതിയെ എന്നും ഒരു പയ്യൻ ശല്യപ്പെടുത്തിയിരുന്നു. വഴിയിൽ തടയുക, അനാവശ്യ ആംഗ്യങ്ങൾ കാണിക്കുക, വൃത്തികെട്ട കമന്റ് അടിക്കുക. ഈ പയ്യന്റെ ശല്യം സഹിക്കാനാകാതെ രേവതി ആകെ തളർന്നിരുന്നു. അന്നും പതിവ് പോലെ ആ പയ്യൻ രേവതിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. രേവതി മെല്ലെ ആ പയ്യനോട് ചിരിച്ചുകൊണ്ട് റെസ്പോൺസ് ചെയ്തു. ചിരിച്ചതിനാൽ ആ പയ്യന് അല്പം ധൈര്യം കിട്ടി. അവളുടെ അടുത്തേക്ക് കൂടുതൽ ചെന്നുകൊണ്ട് കൈവയ്ക്കാൻ തുടങ്ങി. കൈവച്ചതേ അവന് ഓർമ്മയുണ്ടായുള്ളൂ. പെട്ടെന്ന് രേവതി ആകാശത്തേക്ക് ഒരു പുകപടലത്തോടുകൂടി പൊങ്ങി. അവളുടെ മുഖഭാവം ക്രൂരമായിരുന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. പല്ലുകൾ മുൻവശത്തേക്ക് ഉന്തി വളർന്നിരുന്നു. അവളുടെ മുഖത്ത് തീ കത്തുന്നുണ്ടായിരുന്നു. കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ മണം ആ പയ്യന് അനുഭവപ്പെട്ടു. അവന്റെ ബോധം പോയി നടു റോഡിൽ വീണുകിടന്നു. പിന്നീട് ഒരിക്കലും ആ പയ്യൻ രേവതിയെ ശല്യപ്പെടുത്തിയില്ല. രേവതിയുടെ വേഷത്തിൽ ആ പയ്യനെ കാത്തിരുന്നത് നീതുവിന്റെ ആത്മാവായിരുന്നു. നാട്ടുകാർ ആ പയ്യനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവന് ബോധം വന്ന ശേഷം അവൻ പറയുകയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. ഇതോടുകൂടി നാട്ടുകാർക്കിടയിലും ശ്രീകുമാറിന്റെ വീടും പരിസരവും ഒരു പേടിസ്വപ്നമായി മാറി. നാട്ടിൽ പല വാർത്തകൾ പരന്നു. ഉള്ളത് ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരുന്ന ശ്രീകുമാർ മുൻപ് അത്രയ്ക്ക് അങ്ങോട്ട് ദൈവവിശ്വാസിയായിരുന്നില്ല. ഇപ്പോൾ ദൈവത്തിലും പ്രേതാത്മാവിലും പിശാചുക്കളിലും എല്ലാ ശക്തികളും ഉണ്ട് എന്നുള്ള സത്യത്തിൽ വിശ്വസിച്ചു തുടങ്ങി. ലക്ഷ്മിയുമായുള്ള കല്യാണത്തിന് ശ്രീകുമാറിന്റെ അച്ഛനും അമ്മയ്ക്കും സമ്മതമായിരുന്നു. ഇത് നീതുവിന്റെ പ്രേതാത്മാവിന് ഇഷ്ടമായിരുന്നില്ല. അവരെയും നീതു ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി ഒരു 2 മണിയായപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു ശ്രീകുമാറിന്റെ അച്ഛൻ. അയാൾ ഒരു സ്വപ്നം കാണുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് തന്റെ തലയിൽ ആദ്യം തലോടുന്നു. പിന്നീട് കൈകൾ കൊണ്ട് തന്റെ കഴുത്തിൽ പിടിമുറുക്കുന്നു. ശ്വാസം കിട്ടാതെയായി ശ്രീകുമാറിന്റെ അച്ഛന്. പെട്ടെന്ന് അയാൾ അമ്മേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. പെട്ടെന്ന് തന്നെ തന്റെ അടുത്ത് നിന്ന് ഒരു പെൺകുട്ടി ധൃതിയിൽ അകന്നു പോകുന്നത് അയാൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് താൻ കണ്ടത് സ്വപ്നമായിരുന്നില്ല, യാഥാർത്ഥ്യമായിരുന്നു എന്ന്. ഇതുമാതിരി തന്നെ അമ്മയും ഒരു ദിവസം സ്റ്റെയർ കേസിൽ നിന്നും താഴേക്ക് കാൽ തെന്നി വീഴുന്നു. എന്തോ ദൈവകാരുണ്യത്താൽ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. ഈ സംഭവങ്ങളിലെല്ലാം ശ്രീകുമാറിന്റെ അച്ഛനും അമ്മയും ഭയചകിതരായിരുന്നു. അങ്ങനെയാണല്ലോ ശ്രീകുമാറിനെ വേണ്ടപ്പെട്ടവരെ നീതി ഉപദ്രവിക്കാറില്ല, ഒന്ന് പേടിപ്പിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ ലക്ഷ്മി അവളുടെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ലക്ഷ്മിക്ക് അവളുടെ സ്വയം ബോധം നഷ്ടപ്പെടുന്നു. അവൾ മറ്റാരുടെയോ കൺട്രോളിലാണെന്ന് അവൾക്ക് മനസ്സിലായി. ആരോ തന്നോട് അടുക്കളയിൽ നിന്നും കത്തി കൊണ്ടുവന്ന് കയ്യിലെ ഞരമ്പ് മുറിക്കാൻ ആവശ്യപ്പെടുന്നു. അവൾക്ക് ചെറിയൊരു ബോധമുണ്ട്, പക്ഷേ ആ രൂപത്തിൻ്റെ ആജ്ഞ അവൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ കത്തി കൊണ്ടുവന്ന് കയ്യിലെ ഞരമ്പ് മുറിച്ചു.
ഇത് കണ്ടുകൊണ്ടാണ് അവളുടെ അമ്മ അങ്ങോട്ട് കടന്നു വന്നത്. ഉടൻ കണ്ടതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുറിവ് കെട്ടി ശരിയാക്കി രക്ഷപ്പെടുത്തി. പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ ലക്ഷ്മിയുടെ അമ്മയും ശ്രീകുമാറിൻ്റെ അമ്മയും ക്ഷേത്രത്തിൽ പൂജകളും മറ്റും നടത്തുന്ന തിരുമേനിയെ കാണാൻ പോയി. കവടി നിരത്തി നോക്കിയപ്പോൾ ശ്രീകുമാറിൻ്റെ വീട്ടിൽ കൂടിയ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഈ ഉഗ്രരൂപിയായ ആത്മാവിനെ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിപ്പിച്ചില്ലെങ്കിൽ അവൾ ശ്രീകുമാറിൻ്റെ മരണം വരെ അവിടെ ഉണ്ടാകുമെന്ന് തിരുമേനി പറഞ്ഞ് അവർ അറിഞ്ഞു. പക്ഷേ ഈ ആത്മാവിനെ മുഴുവനായും ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയില്ല. ശ്രീകുമാറിൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഒരു മണ്ഡപം കെട്ടി അതിൽ കുടിയിരുത്തുക മാത്രമാണ് ഒരു വഴി. ദിവസവും 2 നേരം വിളക്ക് വെച്ച് അവളെ സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യണം. അന്ന് തന്നെ മണ്ഡപത്തിൻ്റെ പണി തുടങ്ങി. പണി കഴിഞ്ഞ മണ്ഡപത്തിൽ ഒരു സ്ത്രീ വിഗ്രഹം സ്ഥാപിച്ച് ഒരു വിശിഷ്ട ദിവസം തിരഞ്ഞെടുത്ത് താന്ത്രിക ആചാരങ്ങളും മന്ത്രോച്ചാരങ്ങളും ഉരുവിട്ട് പ്രത്യേക പൂജയിലൂടെ ആ വിഗ്രഹത്തിലേക്ക് നീതുവിൻ്റെ ആത്മാവിനെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുകയായിരുന്നു. നീതു ഒരു ദേവതയായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് ഒരിക്കലും നീതുവിൻ്റെ ശല്യം ആ വീട്ടിൽ ഉണ്ടായിട്ടില്ല. അവളുടെ അനുഗ്രഹം മാത്രമാണ് ഉണ്ടായത്. ശ്രീകുമാർ മണ്ഡപത്തിൽ പോയി ഡെയിലി പ്രാർത്ഥിച്ചു പോന്നു.